അവയവങ്ങൾ പലതും നഷ്ടമായെങ്കിലും ഇവർക്ക് ജനാധിപത്യത്തിലുള്ള വിശ്വാസം ഒട്ടും ചോർന്നു പോകുന്നില്ല. രോഗവും പ്രായവും ശരീരത്തിനേൽപ്പിച്ച ആഘാതങ്ങൾ മറന്ന് ഇവർ ജനാധിപത്യത്തിന്റെ യുവത്വത്തിന് കരുത്തേകാൻ കൃത്യമായി പോളിംഗ് ബൂത്തിലെത്തുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത ചേവായൂർ ലെപ്രസി ഹോസ്പിറ്റലിലെ രോഗികളാണ് അവശതകൾ മറന്ന് ആശുപത്രി വളപ്പിൽ തന്നെയുള്ള പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തുന്നത്. വോട്ട് എല്ലാം ഇവിടെ വോട്ടുള്ള ഏത് വോട്ടും ഞാൻ ചെയ്ത് 10-15 വോട്ട് ഇവിടെ ചെയ്ത്. സ്ഥാനാർത്ഥികളൊന്നും വലിയ പരിചയമില്ലെങ്കിലും ഇവിടെ വന്ന് കാണും എന്നല്ലാതെ വേറെ ഒന്നുമില്ല. കോഴിക്കോട് കോർപ്പറേഷനിലെ 21-ാം നമ്പർ ബൂത്താണ് ലെപ്രസി ഹോസ്പിറ്റലിലെ ഓഫീസിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നത്. ആശുപത്രിയിലെ അന്തേവാസികളായ 110 പേരാണ് ഇവിടുത്തെ വോട്ടർമാർ. സമയം 10:30 പോളിംഗ് ഏതാണ്ട് 70% കടന്നിരുന്നു ഇവിടെ. വോട്ട് ചെയ്താൽ സാധാരണ ഇടതു കൈയിലെ ചൂണ്ടുവിരലിൽ മഷി തേക്കുന്നതാണ് നമ്മുടെ രീതി. എന്നാൽ ഈ ആശുപത്രിയിലെ പലർക്കും കൈകളിൽ വിരലുകളില്ല. ശരീരം ദ്രവിച്ചു തീരുന്ന കുഷ്ഠരോഗം ബാധിച്ച് അടർന്നുപോയ കൈപ്പത്തികളുമായി ഇവർ പക്ഷേ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാവുന്നു. വിരലുകൾക്ക് പകരം മുഷ്ടിയിൽ മഷി തേക്കുന്നു. അതുവഴി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ സമ്മതിദാന പ്രക്രിയയുടെ ഭാഗമാകുന്നു. CD സലീംകുമാർ, ദൂരദർശൻ ന്യൂസ്, കോഴിക്കോട്.